ഹേ കുട്ടീസ്, എല്ലാവർക്കും സുഖമാണോ? ഫസ്റ്റ് തന്നെ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. കറന്റ് നമ്മുടെ ചാനലിൽ ഒരു ഗീവ് അവേ നടക്കുകയാണ്. ശരിക്കും ഗീവ് അവേ തുടങ്ങിയത് നമ്മൾ ഒക്ടോബർ 1 മുൻപ് 5K ആവുകയാണെങ്കിൽ 3 പേർക്ക് സമ്മാനം എന്നായിരുന്നു. പക്ഷെ ഒക്ടോബർ 1 ആയപ്പോൾ നമ്മൾ ജസ്റ്റ് 3K മാത്രമേ മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഗീവ് അവേ ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. ആദ്യം വിചാരിച്ചു ഏതെങ്കിലും ഒരാൾക്ക് സമ്മാനം കൊടുത്തിട്ട് ഗീവ് അവേ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാമെന്ന്. പിന്നെ കരുതി അത് വേണ്ട, ഒരുപാട് പേര് ഇത് പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് ദിവസം കൂടെ ഒന്ന് നോക്കിയിട്ട് 5K ആവുന്ന സമയത്ത് നമുക്ക് എന്തായിരുന്നാലും റിസൾട്ട് അനൗൺസ് ചെയ്യാം. അപ്പോൾ ഇനി എന്നാ ഗീവ് അവേയുടെ റിസൾട്ട് എന്ന് ചോദിക്കുന്നവരോട് നമ്മൾ എന്നാണോ 5K എത്തുന്നത് അപ്പോഴായിരിക്കും ഗീവ് അവേയുടെ റിസൾട്ട് അനൗൺസ് ചെയ്യുന്നത്. ഇനി അടുത്ത കാര്യം, ഷോർട്ടിലായിരുന്നാലും ലോങ്ങിലായിരുന്നാലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് പറ്റുന്ന അത്രയും വീഡിയോയ്ക്ക് കമന്റ് ചെയ്യുക. മിനിമം ഒരു കമന്റ് എങ്കിലും വേണം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. മാക്സിമം നിങ്ങൾക്ക് എത്ര കമന്റും ഷെയറും ലൈക്കും ഒക്കെ ചെയ്യാം കേട്ടോ. അപ്പൊ ഗിവ് അവയെ കുറിച്ചുള്ള സംശയവും തീർന്നു കാണും. നമ്മുടെ നമ്പർ ഡ്രോയിങ്ങിൽ 1 എന്ന് പറയുന്ന നമ്പർ കൊണ്ട് നമ്മൾ ലേഡി ബഗിനെ വരച്ചതും തീർന്നു. ഇനി നെക്സ്റ്റ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് 2 ഇത് പണ്ട് കാലം തൊട്ടേ 2 കൊണ്ട് പാമ്പും താറാവും ഒക്കെ ഞാൻ ഒരുപാട് വരച്ചിട്ടുണ്ട്. ഇന്ന് സെലക്ട് ചെയ്തിരിക്കുന്നത് ഒരു താറാക്കുട്ടനെയാണ് കേട്ടോ. ഇത്തരത്തിലുള്ള ഡ്രോയിങ്സ് നമുക്ക് നല്ലൊരു മെന്റൽ പീസ് തരും. അത് മാത്രമല്ല നമ്മുടെ കോൺസെൻട്രേഷൻ കൂടും. നമ്മൾ ഈ സെന്റാങ്കിളുടെ ആർട്ടൊക്കെ ചെയ്യൂലേ, സെയിം ഒരു എഫക്ട് തന്നെയാണ്. ഇനി കുട്ടികളാണ് ചെയ്യുന്നതെങ്കിൽ അവരുടെ കോൺസെൻട്രേഷൻ ഒക്കെ കൂടാനും ഓർമ്മശക്തി, ബുദ്ധിശക്തി ഇതൊക്കെ വളർത്തിയെടുക്കാനും ഇത്തരത്തിലുള്ള ആർട്ടുകൾ യൂസ്ഫുൾ ആണ്. ഇതുപോലെ തന്നെയാണ് കേട്ടോ നമുക്ക് ആൽഫബറ്റ്സ് വെച്ചിട്ടുള്ള ആർട്ടുകളും ചെയ്യാൻ പറ്റുവേ. നമ്മുടെ സെക്കൻഡും കഴിഞ്ഞ് അങ്ങനെ നമ്മൾ തേർഡിൽ എത്തിയിട്ടുണ്ട്. മൂന്നാമത്തത് ഈസി ആയിട്ട് വരയ്ക്കാൻ പറ്റുന്ന ഒരു ബട്ടർഫ്ലൈ തന്നെയാണ്. ഡ്രോയിങ്ങിൽ ബിഗിനേഴ്സ് ആയിട്ടുള്ള എല്ലാവർക്കും ഇത്തരത്തിലുള്ള ആർട്ടുകൾ ചെയ്ത് തുടങ്ങാം കേട്ടോ. അത് നിങ്ങളുടെ കൈ വഴങ്ങുന്നതിന് വേണ്ടി ഒരുപാട് ഹെൽപ്ഫുൾ ആയിരിക്കും. ഞാൻ പറഞ്ഞില്ലേ, ഇതുപോലെ ആൽഫബറ്റ്സ് വെച്ചിട്ടുള്ളത് കൊണ്ട് അപ്പൊ അത് ഒരു സീരീസ് ആയിട്ട് ചെയ്യണോ അല്ലെങ്കിൽ ഒരു ലോങ് വീഡിയോ ആയിട്ട് ചെയ്യണോ എന്നുള്ളത് ഞാൻ ഇതുവരെയും ഒരു തീരുമാനത്തിൽ എത്താത്തത് കൊണ്ടാണ് കേട്ടോ അത് കാണിക്കാത്തത്. എന്തായിരുന്നാലും ഉടൻ തന്നെ ആൽഫബറ്റ്സ് വെച്ചിട്ടുള്ള ഡ്രോയിങ്സും വരുന്നുണ്ടായിരിക്കും. ഇന്നിവിടെ കാണിക്കുന്നത് 1 മുതൽ 10 വരെയുള്ള ഡ്രോയിങ് ആണ് കേട്ടോ. അതായത് 1 മുതൽ 10 വരെയുള്ള നമ്പേഴ്സ് വെച്ചിട്ട് നമ്മൾ വരയ്ക്കുന്ന ഡ്രോയിങ്സ്. അങ്ങനെ പറഞ്ഞ് നമ്മൾ 4ാമത്തേൽ എത്തിയിട്ടുണ്ട്. 4 എന്ന് പറയുന്ന നമ്പർ യൂസ് ചെയ്ത് നമ്മളൊരു ഫിഷ് ആണ് കേട്ടോ. അതൊരു ചരിഞ്ഞ ഫിഷ് ആണ് വരയ്ക്കുന്നത്. കളറൊക്കെ നിങ്ങളുടെ മനോധർമ്മത്തിനനുസരിച്ച് കൊടുക്കാം. ഞാൻ പിന്നെ നമ്മുടെ വീഡിയോയ്ക്ക് കുറച്ചുകൂടെ കളർഫുൾ ആയിട്ടുള്ള കളേഴ്സ് ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇങ്ങനത്തെ വൈബ്രന്റ് ആയിട്ടുള്ള കളേഴ്സ് കൊടുക്കുന്നത്. കൂടാതെ എൻ്റെ കയ്യിൽ പേസ്റ്റൽ ഷീറ്റ്സ് ഇല്ല. നിങ്ങളുടെ കയ്യിൽ പേസ്റ്റൽ ഷീറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നല്ല ഭംഗിക്ക് ഇതെല്ലാം ചെയ്തെടുക്കാം. അങ്ങനെ 5ാമത്തെ സാധനം ഒരു ഓറഞ്ച് ആണ് കേട്ടോ ഞാൻ വരയ്ക്കുന്നത്. ഇതേപോലെ ഈ 5 വെച്ചിട്ട് നമുക്ക് ആപ്പിളും ക്യാരറ്റും ഒക്കെ വരയ്ക്കാം കേട്ടോ. കുട്ടിക്കാലത്ത് ഞാൻ സ്ഥിരം വരച്ചുകൊണ്ടിരുന്ന സാധനമായിരുന്നു 5ലെ തത്തയും 5ലെ ക്യാരറ്റും. പക്ഷെ ആദ്യമായിട്ടാണ് ഞാൻ ഈ 5ലെ ഓറഞ്ച് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത്. സംഭവം എന്തായിരുന്നാലും സക്സസ്ഫുൾ ആയിട്ട് വന്നിട്ടുണ്ടേ. ദെൻ നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത് 6 എന്ന് പറയുന്ന നമ്പറാണ്. 6ൽ എന്താണ് നമ്മൾ വരയ്ക്കാൻ പോകുന്നതെന്ന് ഈ വട്ടം വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലാവുന്നുണ്ടോ? ഒരു സ്നെയിലാണ് കേട്ടോ. ഒച്ച്, ഏറ്റവും ക്യൂട്ടായിട്ട് ഒച്ചിനെ കാണാൻ പറ്റുന്നത് കാർട്ടൂണിൽ മാത്രമാണ്. നേരിട്ട് എനിക്ക് ആ സാധനം ഭയങ്കര പ്രശ്നമാണ് കേട്ടോ. ചെടിയൊക്കെ നശിപ്പിക്കുന്ന ഒരു സാധനമാണ്. അത് മാത്രമല്ല അത്യാവശ്യം പകർച്ചവ്യാധികളൊക്കെ ഉണ്ടാക്കാൻ സാധ്യത ഉണ്ടെന്നാണ് കേട്ടിട്ടുള്ളത്. അതൊക്കെ എത്രത്തോളം ശരിയാണെന്ന് എനിക്കറിയില്ല. പക്ഷേ ഈ കാർട്ടൂണിക് പിക്ചറായിട്ട് വരുന്ന സ്നെയിലിനെ എനിക്ക് റിയലി ഭയങ്കര ഇഷ്ടമാണ്. ഒറിജിനലിന് അത്ര പോരാ. അടുത്ത് നമ്മൾ എടുത്തിട്ടുള്ളത് നമ്പർ 7 ആണ് കേട്ടോ. നമ്പർ 7 വെച്ചിട്ട് നമുക്കൊരു എലിക്കുട്ടനെ വരയ്ക്കാം. ഇതെനിക്ക് റിയലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇതിനൊരു ഗ്രേ ഷെയ്ഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് ആ കളർ എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് കൊടുക്കാത്തത്. നിങ്ങളുടെ കയ്യിൽ കളർ ഉണ്ടെങ്കിൽ കൊടുക്കൂ. 8 വെച്ചിട്ട് നമ്മൾ സ്ഥിരം കാണാറുള്ള സാധനം തന്നെയാണ്. ശരിക്കും ഈ കാലഘട്ടത്തിന് അനുയോജ്യനല്ല, ഇവൻ ക്രിസ്മസിനാണ് അടിപൊളിയാവുന്നത്. പക്ഷെ എന്നാലും 8 വെച്ചിട്ട് ഒരു സ്നോമാനെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി 9ന്റെ ആ ഫസ്റ്റ് റൗണ്ട് ഉണ്ടല്ലോ, അത് കുറച്ചുകൂടെ നിങ്ങൾ റൗണ്ടായിട്ട് വരച്ചാൽ കുറച്ചുകൂടെ തല പൊക്കമുള്ള ഒരു നല്ല കിളിയെ കിട്ടും. എൻ്റെ കിളിയുടെ തല ജസ്റ്റ് ആയിട്ടൊന്ന് ചപ്പിപ്പോയി. കിളി വരയ്ക്കാൻ ഭയങ്കര സിമ്പിൾ അല്ലേ? തല നല്ല റൗണ്ട് ഷേപ്പിൽ വരച്ച് കഴിഞ്ഞാൽ ഈ തോല് പോലത്തെ സാധനം മുകളിൽ കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. പിന്നെ ഈ എല്ലാ പടങ്ങളും ജസ്റ്റ് ഒന്ന് ബ്ലാക്ക് കൊണ്ട് ഔട്ട്ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് കളർ ചെയ്തതിന് ശേഷം. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആയിട്ടുള്ള നമ്മുടെ 10ലൊരു ബി ആണ് കേട്ടോ വരച്ചിട്ടുള്ളത്. അതായത് നമ്മുടെ ഹണി ബി, തേനീച്ചയ്ക്ക് മഞ്ഞയും കറുപ്പും തന്നെ ആയിരിക്കുമല്ലോ കളർ കോമ്പിനേഷൻ. ഭയങ്കര സിമ്പിൾ ആണ് വരയ്ക്കാൻ. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാണെന്നും കൂടെ കമന്റ് ചെയ്യാൻ മറക്കണ്ട. ആൽഫബറ്റ്സ് ഞാൻ ലോങ് ആയിട്ട് ചെയ്യണോ ഷോർട്ട് ആയിട്ട് ചെയ്യണോ എന്നുള്ളതും കമന്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പൊ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കണ്ട. താങ്ക് യു. ലവ് യു ഓൾ.